ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ സ്വദേശി പൗരന്മാർക്ക് ജോലി നൽകണമെന്ന് വാണിജ്യ മന്ത്രാലയം. കമ്പനി രൂപീകരിച്ച ശേഷം 1 വർഷത്തിനുള്ളിൽ ഒരു ഒമാനി പൗരനെങ്കിലും നിയമിക്കണമെന്നാണ് നിർദ്ദേശം. ഒമാനിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശികളുടെ നിയന്ത്രണത്തിലുള്ള കമ്പനികളിലും സ്വദേശികൾക്ക് ജോലി നൽകണമെന്ന നിർദ്ദേശം. കമ്പനികൾ രൂപീകരിച്ചതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം ശക്തിപ്പെടുത്തുന്നതിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുമ്പോഴാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. വാണിജ്യ പ്രവർത്തനങ്ങൾ ഒമാന്റെ സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതേസമയം ഗാർഹിക തൊഴിലാളികളും സമാന തൊഴിൽ മേഖലയിലുള്ളവരും വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് അപേക്ഷിക്കാൻ അർഹതയില്ലെന്നും മന്ത്രാലയം വിശദീകരിച്ചു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും അവിദഗ്ധ തൊഴിലാളികൾക്കും ഈ വ്യവസ്ഥ ബാധകമാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. ഇവർക്ക് വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങാനാകില്ലെന്ന് ചുരുക്കം. ഗവൺമെന്റ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ സജീവ കരാറുകളുള്ള ജീവനക്കാർക്ക് ബിസിനസ്സുകൾ തുടങ്ങാൻ പ്രത്യേക വ്യവസ്ഥകളോടെ അനുമതി ലഭിക്കും. തൊഴിലുടമയുടെ അനുമതി, നിലവിലുള്ള തൊഴിൽ കരാർ അവസാനിപ്പിക്കുക, സ്പോൺസർഷിപ്പിൽ മാറ്റം വരുത്തുക എന്നിവയാണ് വ്യവസ്ഥകൾ. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.